ഇത് ഒന്നൊന്നര സാധനമായിരുന്നു കേട്ടോ. അത് ആൾക്കാർ കണ്ണുവെച്ച് അങ്ങനെ ആയിരിക്കും. അയ്യോടാ, ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതായിരുന്നു അതിന്റെ വേരെല്ലാം കിടക്കുന്നുണ്ടോ. ഇതൊന്ന് നോക്കൂ, ബോഗൺവില്ലയും മുല്ലപ്പൂവും. അതിന്റെ മുകളിൽ വേറൊരു ചെടി ഉണ്ടല്ലേ. അതിന് മുകളിൽ മറ്റേ തുളസിയാണോ? അത് ഗാഫാണോ? ഓ, അത് വേറെ ലെവല്. അപ്പൊ ഗാഫിന്റെ മുകളിൽ കൂടെ പടർത്തി കയറ്റിയിരിക്കുക. ഒന്ന് ക്ലോസപ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക്. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. മുകളിൽ ഒരു വീടുണ്ട്. അടുത്തുള്ള വ്യൂ ഒരു ഒന്നൊന്നര വ്യൂ ആട്ടോ. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗുണ കേവ് ആണോ? ടവർ ബിൽഡിംഗ്. ഫാമുണ്ട്, നല്ലൊരു ഫാം. കുറച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ. ഫാം സ്റ്റേ ആണെന്ന് തോന്നുന്നു അല്ലേ. ഒന്നിച്ച് നിസാൻ, ഹോണ്ട, മിത്സുബിഷി. നല്ല രസമുണ്ട് ഇത് ഫാം. ഓ, ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ എന്താ. ഇവിടെ വേറൊരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഏത് വഴിയാ? 2 കിലോമീറ്റർ. അപ്പം ശരിക്കും നമ്മൾ മധ്യയിൽ എത്തിയിട്ടില്ല, മധ്യയിൽ എത്താൻ പോകുന്നേ ഉള്ളൂ. മധ്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ അടിപൊളി ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നതല്ല ഒമാന്റെ സ്ഥലമായിരിക്കും. മദ്ദ അതിലൊരു ഭാഗമായിരിക്കും. റൈറ്റിലേക്കാണ് പോകുന്നത്. ഓ, ഇത് നോക്കണം, ഒരു വാലി മൊത്തം ഫാംസ് അല്ലേ. മൈ ഗോഡ്. അൽഹറ ഫാമിന്റെ ബഹളാണ് ഗൈസ്. ഫാമിന്റെ ബഹളം. അവിടെ ഉണ്ട് ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതാണോ? ഇവിടെയാണോ? ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ പ്ലീസ് ഡോണ്ട് ത്രോ വേസ്റ്റ്. ഓക്കെ, ഇവിടെ വേസ്റ്റായിട്ട് ആരെങ്കിലും കളയണമെങ്കിൽ കളഞ്ഞിട്ട് പോവാം. ആഹാ, ഇവിടെ എല്ലാം നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ആക്കി കേട്ടോ. അപ്പോൾ വരുമ്പോൾ ചെറിയ റോഡായിരുന്നു. അടിപൊളി. ഇതിനെ ചെറിയ സ്പാൻഡറിങ് എടുത്തിന്. മാവിൻ്റെ ഒക്കെ ഒരു ബഹളേ. അതെ, നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ട് അല്ലേ. ഇവിടെ നന്നായിട്ട് അടിപൊളിയാക്കിണ്ട്. ഇപ്പൊ മതിലൊക്കെ കെട്ടി ചുള്ളനാക്കി. സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാണോ കാണിക്കുന്നത്? അതിനുള്ളിൽ കൂടെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി എൻട്രി ഓർ ഫുഡ് പിക്കിംഗ് ഈസ് നോട്ട് അലൗഡ്. ആണോ? ഒരു മിനിറ്റ്, നമുക്ക് ഒന്ന് പോയി നോക്കാം, എന്നിട്ട് വരാം. നേരെ പോയ ഒരു പടം എടുക്കാനുള്ള സ്ഥലം ഉണ്ടെന്നാ പറയാം. അതുപോലെ വ്ളോഗേഴ്സ് എല്ലാം പോയിട്ട് പല വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു വ്ളോഗ് കണ്ടുപിടിച്ചോ. ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? റെസ്റ്റോറന്റ്. ഓ, റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടോ? ഈ വഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ.
ഓർമ്മയുണ്ട്. നമുക്കവിടെ ചെല്ലാം, ബനിയൻ ട്രീയുടെ അവിടെ ചെല്ലാം. We go. ഈ വഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് ബനിയൻ ട്രീയുടെ അടുത്തേക്ക്. പക്ഷെ ഇവിടെ എല്ലാം റോഡായെന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക്. ഇവിടെയൊക്കെ കച്ചാ റോഡായിരുന്നു. ഇതൊക്കെ നല്ല രസമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരവിടെ. ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. Okay. മാവിന്റെ ഓ, പൂത്ത് നിൽക്കുന്നല്ലേ മാവ്. വാവ്, മാവും പൂത്ത് തുടങ്ങി. ഇത് എന്താ ബ്യൂട്ടി. ഗായ്സ്, നമ്മൾ മധ്യയിൽ ബനിയൻ ട്രീ കാണാൻ പോകുന്ന പുറപ്പാടിലാണ്. ഫാമോടെ ഫാമല്ലേ. അല്ല, നമുക്ക് കഴിക്കണ്ട എവിടെയെങ്കിലും ഒരു നിർത്തിയിട്ട്? അല്ല, നമ്മൾ കറിയെല്ലാം കേടായി പോയാലോ. അങ്ങനെ പറയാലോ. എങ്ങനെ അങ്ങനെ ഒരു മാവരം നിർത്തി. middle of the road and the Yes, the middle class. Oh, it is middle class. Oh. Yes. What and all. Wow, the barking here. Oh, look. Oh, the waterfall. ഇവിടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ലേക്ക് ഉണ്ട്. ഈ വഴി പോയ പ്രോപ്പർട്ടി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇവിടെയുള്ളൂ. അങ്ങോട്ടുണ്ടോ വഴി? ഓ, ലേക്ക് ഉണ്ടോ? നല്ല അടിപൊളി ലേക്ക്. Lake അല്ലടാ. ലേക്ക് അല്ല അല്ലേ, പോണ്ട്. നീ പറഞ്ഞില്ലേ കേട്ടോ, ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ബാനിയൻ ട്രീ എത്തും. ഇവിടെ നമുക്ക് ഞങ്ങളിവിടെ ഒന്ന് കയറി നിന്നിട്ട് ഭക്ഷണം കഴിക്കാം. വഴിയില്ല കാണിക്കുന്നു. ഉണ്ടോ അവിടെ കയറി നിന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക്. വേണമെങ്കിൽ ഇരിക്കാം നമുക്ക് അവിടെ. അതിന് പോയിട്ട് അവിടെ ഇരിക്കാം, ബനിയൻ ട്രീയുടെ അടുത്തിരിക്കാം. അല്ലല്ല, നമ്മൾ മുമ്പ് വന്നിരുന്നുള്ള പോവല്ലോ അല്ലേ. ഇവിടെ മുമ്പ് പോയുള്ള പിന്നെ ഓ മൈ ഗോഡ്, വൈ? അയ്യോ, അത് മറിഞ്ഞോ? അയ്യോടാ, ഷേ, അയ്യോ, അത് കട്ട് ചെയ്തടാ. ഇതായിരുന്നു. അല്ല, പക്ഷെ ഇതായിരുന്നു സംഭവം. അയ്യോ, ഭയങ്കര ഇതായിപ്പോ കേട്ടോ. കാറ്റും ഇതൊക്കെ വന്നപ്പോഴായിരിക്കും സംഭവം. ഇത് ഒന്നൊന്നര സാധനമായിരുന്നു കേട്ടോ. അത് ആൾക്കാർ കണ്ണുവെച്ച് അങ്ങനെ ആയിരിക്കും. Shit, man, that's so sad. അയ്യോടാ. ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇതായിരുന്നു അതിന്റെ വേരെല്ലാം കിടക്കുന്നുണ്ടോ. മൈ ഗോഡ്, അത് ഭയങ്കര സങ്കടപ്പെടുന്നൊരു കാഴ്ച. എനിക്ക് സങ്കടം വരുന്നു. That is a very, very bad. It was beautiful, man. It was like a magnificent sight. അത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഗംഭീരതയായിരുന്നു. നമുക്ക് ടോട്ടൽ വട്ടാടെ. അല്ല, ഒന്ന് റിവേഴ്സ് എടുക്കുന്ന കാര്യം ആലോചിച്ചേ. ജിജുക്കുട്ടാ, നീ ഉണ്ടല്ലോ, കണ്ണ് കാണാതിരിക്കുന്ന നീ. അതാ ഇടിച്ചു തൊട്ടു. ഇല്ല, നമ്മൾ നല്ല സേഫായിട്ട് പുറത്തിറങ്ങും. നോക്കിക്കോന്നി, ബ്യൂട്ടിഫുൾ. അവർ ഇത്രയും അത് ഡെവലപ്പ് ചെയ്തെടുത്തു എന്ന് എനിക്ക്. പക്ഷെ ആ ഒരു വിഷമം ആ ബനിയൻ ട്രീ അത് വീണതായിരിക്കുമല്ലോ, അല്ലാണ്ട് അവർ മനഃപൂർവ്വം അത് ആ കപ്പളങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നു. മനഃപൂർവ്വം അവർ ചെയ്യില്ല എന്തായാലും. അവരത്രയും കോൾഡ് ഹാർട്ടഡ് അല്ല. പ്രകൃതി സ്നേഹികളാണ് അവിടെ ഉള്ളവരെല്ലാം. അത് എനിക്ക് വല്ല കാറ്റ് കഴിഞ്ഞ മഴയത്ത് അങ്ങനെ വീണായിരിക്കും. നല്ല മഴയായിരുന്നല്ലോ സാധനം. പക്ഷേ ഈ ഇങ്ങനത്തെ സാധനമൊക്കെ വീഴുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇത്രയും വേരുകളൊക്കെ ഉള്ള സാധനമല്ലേ. ഇവിടെ ഒരു പോണ്ടുണ്ടല്ലോ. ഇത് പുളിവര.
ആ നല്ല രസമായിട്ടുണ്ട്. പുളിമൂളം പുളിമരം. വെരി നൈസ്. പുളി ഇതിന്റെ മുകളിൽ പുളി ഉണ്ടല്ലേ? പുളി ഉണ്ടായത് മുകളിലുണ്ട്. പുളി ഉണ്ടായിരുന്നു. ഇതെന്ത് ജുറാസിക് പാർക്കോ? ആഹാ. Matthijs, how do you feel? അടുത്ത കണ്ണിലിപ്പോ ഒരു കണ്ണേ പോയിട്ടുള്ളൂ, അടുത്ത കണ്ണിലിപ്പോ രണ്ട് കണ്ണും ആക്കി മാറ്റിയിട്ടുണ്ട്. ആഹാ, എന്താ വ്യൂസ് മോനെ. Was it worth it coming here? ഉണ്ടോ ഈ ചെടികളൊക്കെ നോക്കി എന്ത് രസം. മാവിന്റെ ഒരു ബഹളം അല്ലേ അവിടെ? ആ, ഒരു വെറൈറ്റി പൂവുള്ളൂ. മാത്യു കൊണ്ടോണോ? പൊട്ടിക്കണോ? അകത്തിരിക്കുന്നതും പൊട്ടിക്കരുതെന്ന് പറഞ്ഞോ, പുറത്തിരിക്കുന്നതും പൊട്ടിക്കാം. പാവങ്ങളുള്ള എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ. നീ വേറെ ജീവിതം കൊടുക്കുന്നില്ല. അതെ, വേറെ അതിനെ ആ ശരിയല്ലേ, ഇതിന്റെ മുകളിലും ഇഷ്ടം പോലെ ഉണ്ട്. ചെറുനാരങ്ങയാണോ അതോ ശരിക്കുള്ള ഓറഞ്ച് ആണോ? യെല്ലോ കളർ ലെമൺ അല്ലേ? ആ ഓക്കെ ഓക്കെ, മറ്റേ ലൈം അല്ല ലെമൺ തന്നെ അല്ലേ? ഇതിന്റെ ഇലയുടെ മുകളിൽ ഇതെന്താ ഇലയുടെ മുകളിലൊക്കെ ഒരു കുത്തുകുത്ത് മസിൽ വന്നിരിക്കുന്നു. ചിക്കൻ ബോക്സ് അടിച്ചല്ലോ. അയ്യോ ഇപ്പൊ തന്നെ പോയത്. ഒരു വാഴ വെച്ചാൽ Dear tourist, private property entry, a fruit pick not allowed. Salam bhaiya. ഈവനിങ് വാക്കിനൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലം. നിന്റെ ആ ഏരിയ പോലെയല്ലേ? ഇത് നാച്ചുറൽ ആയിട്ട് തോന്നും, മറ്റേത് വെച്ച് പിടിപ്പിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഡിഫറെന്റ് ലെവൽ മാൻ. ഓ, ഇത് ഓറഞ്ച് ഇതല്ലേ, ലെമൺ അല്ലേ ഈ സാധനം, ഈ ചെടി? മുള്ളുണ്ടടാ, സൂക്ഷിച്ചു. ആ, ഞാൻ തൊട്ടില്ല. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ എല്ലായിടത്തും? സോളാർ അല്ലേ? സരിത, സോളാർ സരിത. എന്താ രസം, വളരെ രസകരമായ ഡ്രൈവ്. പക്ഷെ എന്നാലും എനിക്ക് ബനിയൻ ട്രീ പോയത് എനിക്ക് ഭയങ്കര ദുഃഖമായി മാത്യു. എനിക്ക് വിശക്കുന്നു. അത് അവിടെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ച, പക്ഷെ ആ ആൽത്തറയിൽ ഇരുന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ച് മറ്റേ ആലായാൽ തറ വേണം എന്നുള്ള പാട്ട് പാടാൻ ഉദ്ദേശിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ആ ഒരു ദുഃഖം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. നല്ല ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ഇനി ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകേണ്ടത്? ഇങ്ങനെയാണോ? ആ, ലെഫ്റ്റ് പോകാൻ പറ്റില്ല. എന്തൊക്കെ അറബിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ മലയാളം അറിയാത്തതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. കുറേ ഉണ്ടല്ലോ ഇവിടെ ഈ ഇത്ര റോഡ്. ശരിയൊരു ഡ്രൈവിന് വരാൻ പറ്റിയ സ്ഥലമാണ്. വണ്ടി കുറച്ചുകൂടി ചെറുതാണെന്നേ ഉള്ളൂ. അതെ, മെലിഞ്ഞ വണ്ടിയായിട്ട് വരണം. അടുത്ത പ്രാവശ്യം നിൻ്റെ വണ്ടിയായിട്ട് വരാം. അത് കുറച്ചുകൂടി മെലിഞ്ഞതാണ്. ജിജുനെ ബാക്കിൽ ഇതുപോലെ ഇരുത്തും. ആ ഉണ്ട്. അത് പക്ഷേ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിൽ സീറ്റ് ഉണ്ട്. രണ്ടെണ്ണം അടിച്ചാൽ മതി, അപ്പം ശരിയാവും. അടിക്കാത്തോണ്ടാ ശരിയാവാത്ത. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഇവിടുന്ന് വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകില്ലേ? ആ ശരി, അതൊരു വൺ വേ പോലെ ട്രാഫിക് അല്ലേ? വാവ്, വാട്ട് എ പ്ലേസ് മാൻ. ആ ഫാമിൻ്റെ ഉള്ളിലൂടെ കൂടെ മൊത്തം കറങ്ങി വന്നല്ലേ നമ്മള്? എന്നിട്ട് ഇതാ ഒരുമാതിരി ഇനിയിപ്പോ നമ്മൾ മറ്റേ ഗലിയുടെ ഉള്ളിലേക്ക് പോകുന്നത്. ദിസ് ഈസ് വേഴ്സ് ദാൻ ദാറ്റ്. യെസ്, എ സി ഒക്കെ തള്ളിയിരിക്കുന്നു. തിരിച്ചങ്ങോട്ടല്ലേ, എ സി എല്ലാം തള്ളി ഇങ്ങോട്ട് ഇരിക്കുന്നു. എന്റെ പൊന്നു ഇവിടെ കിടക്കുമോ അത്? ഇവിടെ ഓക്കെ, എന്റെ സൈഡ് ഓക്കെ. ഓക്കെ, ഗ്ലാസ് ഇടിക്കാതിരുന്നാൽ മതി. ഓക്കെ. ഓ
ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ എങ്ങനെയാലും പാസ്സാവും നമ്മൾ. സെക്കൻഡിലേക്ക് ആട്ടൊന്നും നിന്നു. നമ്മൾ ഈ വഴിയാട്ടോ അങ്ങനെ കയറി വന്നത്. അപ്പം നമ്മൾ എവിടെ തിരിച്ചിട്ട് അത് വഴി പോവാം. അല്ലേ അവിടെ തിരിക്കാം അല്ലേ? സെയിം സൗകര്യമാണ് അവിടെ. ആണോ? ശരിയല്ലേ? വേസ്റ്റുകളെ കളയരുതെന്ന്. നല്ല രസമുണ്ടോ? ഒരു ഡ്രൈവ് കൂടി എടുക്കാൻ തോന്നുന്നു. പ്ലീസ് ഡോണ്ട് ത്രോ വേസ്റ്റ്. ആഹാ, ബ്യൂട്ടിഫുൾ ഗായ്സ്. നമ്മൾ ഫാമിലൊക്കെ പോയി. നമ്മളിപ്പോൾ എവിടെ പോകുന്നു? റെസ്റ്റോറൻ്റ് അല്ല, നമ്മളെ കയ്യിൽ സാധനമുണ്ട്. എന്താ പറയുക, പോർക്ക് ഫ്രൈ വിത്ത് കായ, പോർക്ക് വിത്ത് കായ. പിന്നെ മൊത്തമായി കപ്പ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് എടുക്കണം. ഓക്കെ, പിടിച്ചോ. അവൻ ഓടി വരുന്ന കണ്ടോ? ഇപ്പം നമ്മൾ ഇടിച്ചിട്ടുള്ള പരിപാടിയാണ്. നീല എടുത്ത് നീല പറഞ്ഞത് ഇവിടെ പോകാൻ. ലെഫ്റ്റ് റൈറ്റ്? ഓൾവേസ് റൈറ്റ്. ഇവിടെ ലെഫ്റ്റ് പോകാൻ പറ്റില്ല എന്തായാലും. ആഹാ, ഇവിടെ വളരെ ഇതാടാ സേഫ്റ്റി. അവിടെ യൂടേൺ വരെ അവര് ഇങ്ങനെ അടുപ്പിക്കുന്നല്ലേ? ഇതല്ല മെയിൻ റോഡ്. തിരിച്ചു പോകണം. ആ, ഇതായിരിക്കും സെല്ലിങ് ലൈവ് പോൾട്രി. കോഴി വേണമെങ്കിൽ. ആ, ശരിയാണല്ലേ, കോഴി മേടിച്ചോണ്ട് പറഞ്ഞു. അവിടെ നമ്മളെത്തുമ്പോഴേക്കൊക്കെ കേടാവും. പൈസ ഇട്ടോ? വീട് എടുക്കണോ? നേരെ 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 നേരെ. റെക്കോർഡിംഗ് ഉണ്ടോ? ഈ പാലം പണി എന്തിനാ? ഇതികൂടെ വെള്ളം വന്നിട്ട് അവിടെയൊക്കെ ഒലിച്ചു പോയില്ലേ അവരെയൊക്കെ, അല്ലേ? ഇവിടെ ആ കൂടി 3 കടയുള്ളൂ. ഈ 3 കടയിൽ ഏത് വേണം നീ ഇപ്പം ചൂസ് ചെയ്തു? ഇനി കട ഉണ്ടാവാൻ സാധ്യതയില്ല. ബിൻ ഷംസ്. ഈ ഷംസ് എന്ന് പറഞ്ഞ ചന്ദ്രനാ. അതാ പറഞ്ഞു, നമ്മളെ ബദ്ധമാനിലാടാ. അപ്പം ഞാൻ നിന്നോട് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്ര നേരം നമ്മൾ ഒമാലിക്ക് പോവാണെന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ നോട്ടീസ് ചെയ്യണ്ടേ കുട്ടി? ശ്രദ്ധക്കുറവ്. ഓ, അമ്പാനെ ശ്രദ്ധിക്കൂ. ആ, ഈ കട അടച്ചു. ഇതാണോ? അവിടെ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. റോട്ടി ഉണ്ടോ? റോട്ടി ഒന്നും ഇല്ലല്ലോ, ആരും കാണാനില്ലല്ലോ. അടച്ചു പൂട്ടിയോ? പക്ഷെ 2-3 കണ്ടിട്ട് വീടാന്ന് തോന്നുന്നു കേട്ടോ. റൊട്ടി തന്നെ റൊട്ടിയാക്കി വിടും അവസാനം. അടച്ചു. അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം കേട്ടോ. തിരിച്ചിട്ട് പോവാം. ആ, ഇത് പാർക്കല്ല, ഇത് വേറെ എന്തോ സംഭവം. ഇതോ, ആ അതെ, അവിടെ പാർക്കുണ്ട്. ഇതൊരു പുതിയ റോഡാണെന്ന് തോന്നുന്നു അല്ലേ? ന്യൂലി കൺസ്ട്രക്റ്റഡ് റോഡാണ്. ഇതെന്താ വെള്ളമല്ലേ കെട്ടിയിരുത്തിരിക്കുന്നത്? ഓക്കെ. ഓ മൈ ഗോഡ്, ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. എന്താ സംഭവം? എൻ്റെ വീട്ടിലെ പൂവ്. കൊള്ളാലോ ഏരിയ. ഒരു ഭാഗത്ത് വെള്ളം കുത്തിയൊലിക്കുന്ന ഏരിയ, ഒരു ഭാഗത്ത് ഫാം. അപ്പം ഇവിടെ വെള്ളം പൊന്തി കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? വീണ്ടും പാർക്കിൻ്റെ ബഹളമാണല്ലോ. ഇവിടെ ചെറിയ ഫോർട്ട് ഉണ്ട്. അവിടെ നമുക്ക് എങ്ങോട്ട് പോകണം? റൈറ്റ് പോകണം. ടൗൺ. ഓ, അവിടെ എല്ലാം നല്ല വ്യൂ ആട്ടോ. മൊത്തത്തിലൊരു നല്ല വ്യൂ ഉള്ള സ്ഥലം അല്ലേ? ഇവിടെ തട്ടുകടകളുണ്ട്. ഇതെല്ലാം വൈകുന്നേരമായിരിക്കും തുറക്കുന്നല്ലേ?
രാത്രി വൈബാ. അതാ ജേഷേ ഒരു ചെറിയ പാർക്ക്. ഇവിടെ ഇരുന്നാലോ? ഭക്ഷണം വേണ്ടല്ലേ? ഓപ്പണിങ്